Hello my cuties, it's me or Neeraj Amur. Hello my cuties, it's me or Neeraj Amur, Indian Secret Foodie. Welcome back to my YouTube channel. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ റൂമിൽ ഇരുന്നിട്ടാണ്. അറിയാം ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഇഷ്യൂവും ഇല്ലെങ്കിൽ നോയ്സ് പ്രശ്നമൊക്കെ ഉണ്ടാവും. പക്ഷെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം ഫാൻ ഈ സൈഡിൽ നിന്നാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാൻ ഇല്ലാതെ നമുക്കിപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്, വിത്ത് മൈ ഓൾ സ്കിൻ കെയർ. അപ്പം എൻ്റെ സ്കിന്ന് എത്രത്തോളം വിയേർഡായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം മുന്നിലെ ഒരു വർഷം മുന്നിലേ വരെ ഇപ്പോൾ ഞാൻ സ്കിന്ന് ക്ലിയറായി എന്നല്ല പറഞ്ഞു വരുന്നത്, പക്ഷേ ഇത്രയെങ്കിലും ഒരു മാറ്റം. ഇപ്പം ഈ കുറച്ച് പിമ്പിൾസൊക്കെ ഈ ഇന്നലെ മെനങ്ങാന്നുമായിട്ട് ഓയിൽ ഫുഡ് കഴിക്കുന്നതിൻ്റെയൊക്കെ ഒരു പ്രശ്നം കൊണ്ട് വന്നതാട്ടോ. പക്ഷേ അതിന് മുന്നിലേ വരെ എൻ്റെ സ്കിന്ന് ഭയങ്കര വിയേർഡായിരുന്നു. കാരണം കുഞ്ഞിലെ മുതലേ 10ാം ക്ലാസ് മുതൽ തന്നെ നല്ല രീതിയിലുള്ള പിമ്പിൾസും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം അതിൽ നിന്ന് എൻ്റെ സ്കിന്ന് ഇത്രയും മാറാൻ കാരണം ഒബ്വിയസ്ലി സ്കിൻ കെയർ തന്നെയാണ്. അപ്പോൾ ഈ സ്കിൻ കെയറിൻ്റെ കൂടെ തന്നെ എനിക്ക് മേക്കപ്പ്, ഞാൻ അത്ര മേക്കപ്പൊക്കെ ചെയ്യാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. പക്ഷേ എനിക്കറിയാവുന്നുള്ള കുറച്ച് സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് ഞാൻ വൃത്തികേടില്ലാത്ത രീതിയിൽ ഇതൊക്കെ മറച്ചിട്ട് ഒരു ബ്ലഷൊക്കെ ഇട്ട് നല്ലൊരു ക്യൂട്ട് ലുക്ക് എൻ്റെ അറിവിൽ അതൊരു ക്യൂട്ട് ലുക്കാണ്. ക്യൂട്ട് ലുക്കിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെടുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. പോകാം വീഡിയോയിലേക്ക്. സോ അപ്പോൾ നമുക്ക് മേക്കപ്പിലേക്ക് കടക്കുന്നതിന് മുന്നിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. ഒന്ന്, പ്രോപ്പറായിട്ട് മേക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള വേയിൽ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും എൻ്റെ സ്കിന്നിന് പറ്റിയ പ്രൊഡക്ട്സും ഫൗണ്ടേഷൻസൊക്കെ യൂസ് ചെയ്താണ് ഞാൻ ഇടുന്നത്. അപ്പം നിങ്ങളിത് റിപ്പീറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നിങ്ങളിത് കണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ സ്കിന്നായിരിക്കത്തില്ല നിങ്ങളത്. എൻ്റെത് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പോൾ നിങ്ങളത് വേറെ രീതിയിലുള്ള സ്കിന്നായിരിക്കും. അപ്പോൾ ഞാൻ സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ആണെങ്കിലും എൻ്റെ സ്കിന്ന് വേറെ സെൻസിറ്റീവ് സ്കിന്നിൻ്റെ രീതിയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് തരുന്ന പ്രൊഡക്ട്സാണ് ഞാൻ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ഒരു ബിഫോറിൽ നിന്ന് ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന് നല്ല രീതിയിലുള്ള എഫേർട്ട് വേണ്ടി വന്നിട്ടുണ്ട്. മെൻ്റലി ആണെങ്കിൽ ഞാൻ ഒരുപാട് ഡൗൺ ആയിട്ടുണ്ട്. പലപ്പോഴും പിമ്പിൾസ് വരുമ്പോൾ പുറത്തു പോലും ഇറങ്ങേണ്ട ഒരു ചൊറി പിടിച്ചതുപോലെയായിരുന്നു. ഫസ്റ്റ് ടൈം കുവൻട്രി യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുന്ന സമയത്ത്, എനിക്ക് കോളേജിലൊക്കെ പോകുന്ന സമയത്ത് കുട്ടികളൊക്കെ ഭയങ്കര വിയേർഡായിട്ട് നോക്കുമായിരുന്നു. ഹുയിഷി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ലുക്കിൽ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മാറിപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും പ്രോപ്പറായിട്ട് കുറഞ്ഞൊന്നുമില്ല. പക്ഷേ ഐ ട്രസ്റ്റ് മൈ സെൽഫ്. ഒരു വർഷത്തിന് ശേഷം മേ ബി എൻ്റെ ഇതൊക്കെ ക്ലിയർ ആവുമായിരിക്കും എന്ന് ഞാൻ എൻ്റെ സെൽഫ് വിശ്വസിക്കുന്നു. അപ്പം അതുകൊണ്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് നിങ്ങൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഇന്നൊരു അമ്പലത്തിൽ പോവുകയാണ്. അപ്പം അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പോയാലോ ഇതിലേക്ക്. ഹേ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചേച്ചി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമോ, ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമോ. സോ അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. കാരണം ഞാൻ ഇന്ന് അമ്പലത്തിൽ പോവാണ്, പത്മനാഭ സ്വാമി ക്ഷേത്രം. സോ ഐ തിങ്ക് ദിസ് ഈസ് ദ പെർഫെക്റ്റ് ടൈം. എനിക്ക് തോന്നുന്നു ഞാൻ വലിയ ഗ്രാൻഡ് മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. ബിക്കോസ് ഭയങ്കര ചൂടായിരിക്കും, ഭയങ്കരമായിട്ട് വേർക്കും. അപ്പം ഒരു നോർമൽ മേക്കപ്പ് വിത്ത് മൈ സ്കിൻ കെയർ എങ്ങനെയാണ് ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സാരിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന് കുളിച്ചിട്ടുണ്ട്. അതിന് മുന്നേ കുറച്ച് കുരുവൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. എനിക്കറിയത്തില്ല, ഫുഡിൻ്റെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ വന്ന് കുളിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് എൻ്റെ ഹെയർ ഡ്രൈ ചെയ്യണം. അപ്പോൾ അതിന് മുന്നിലെ, മുഖം ഡ്രൈ ആകുന്നതിന് മുന്നിലെ ഒരു ബേസിക് സ്കിൻ കെയർ ചെയ്തിട്ട്, അതായത് ടോണർ, പിന്നെ സിറം, മോയ്സ്ചറൈസിങ് ക്രീം, സൺസ്ക്രീൻ, ഇത്രയും തേച്ചിട്ട് നമ്മൾ താഴെ പോയിട്ട് ഇത് ചെയ്യും, മുടി ഡ്രൈ ചെയ്യും. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ
ഇപ്പോൾ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ. ഫസ്റ്റായിട്ട് തന്നെ നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ ലിപ് ബാം SPF 30 ആണ് ഞാൻ ഇടുന്നത്. ലിപ്സ്റ്റിക്ക് നമ്മൾ വേറെ ഇടും, പക്ഷെ നമ്മളിപ്പോൾ മുടി ഡ്രൈ ആയിട്ട് വരുന്ന ടൈം വരയ്ക്കും നമ്മളെപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കണമല്ലോ. അപ്പോൾ അതിനാണ് നമ്മൾ സ്കിൻ കെയറും ഈ ഒരു ലിപ്പ് ഹൈഡ്രേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലിപ്പ് മാസ്ക് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് നല്ലൊരു സാധനമാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഒരു അടിപൊളി സാധനമാണ്. ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടോണറും. ഞാൻ യൂസ് ചെയ്യുന്നത് കോസറക്സിൻ്റെ ക്ലാരിഫയിങ് ട്രീറ്റ്മെൻറ്റ് ടോണറാണ്. ഇതാണ് ഞാൻ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോണർ യൂസ് ചെയ്യാം. ടോണർ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യണം എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം അതിൻ്റെ പ്രത്യേകിച്ച് കാരണം എന്തെന്ന് വെച്ചാൽ എനിക്കങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. പക്ഷേ എൻ്റെ ഇപ്പോൾ ഡെയിലി റൊട്ടീനിൽ, അതായത് സ്കിൻ കെയർ റൊട്ടീനിൽ ഞാൻ മിസ് ചെയ്യാത്ത ഒരു സാധനമാണ് ടോണർ എന്ന് പറയുന്നത്. അപ്പം ടോണർ ജസ്റ്റ് ഒന്ന് വെറ്റായിട്ട് നമ്മുടെ ഫേസ് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ സെൻറ്റെല്ലൻ്റെ എനിക്കിതിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല, പക്ഷേ ഇത് ഒരു സിറമാണ്. ലൈക്ക് സിറം പ്ലസ് ടോണർ അങ്ങനത്തെ ഒരു സാധനമാണ്. ഈ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കും ഓയിൽ സ്കിന്ന് പിന്നെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളവർക്കൊക്കെ ഈ ഒരു സിറം അടിപൊളിയാണ്. സെൻറ്റെല്ലൻ്റെ ഈ ഒരു സിറം നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതും നമ്മളൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ആക്കരുത്, ഡാബ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ചേച്ചിയുടെ സ്കിന്ന് ക്ലിയർ ആയി. എൻ്റെ സ്കിൻ ഇതുവരെ ക്ലിയർ ആയിട്ടില്ല, പക്ഷേ ഐ ആം ഡാം ഷുവർ, ഐ ഹോപ്പ് 1 വർഷത്തിനുള്ളിൽ മേ ബി ക്ലിയർ ആവും. കാരണം കഴിഞ്ഞ ഒരു 6 മാസം, കഴിഞ്ഞൊരു 3 മാസത്തിൻ്റെ എൻ്റെ പിമ്പിൾസിൻ്റെ അളവും എൻ്റെ ഇവിടെയുള്ള മാർക്സിൻ്റെ അളവൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. മേ ബി ഞാൻ അത് ട്രസ്റ്റ് ചെയ്യുന്നത് എൻ്റെ സ്കിൻ കെയർ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ചില സ്കിൻ കെയർ വീഡിയോസൊക്കെ ഇടുമ്പം ആൾക്കാർ പറയും വലിച്ചിങ്ങനെ ഓരോന്നിട്ടിട്ടാണ് മുഖത്ത് ഇത്രയും ചൊറിയും കുരുവും വരുന്നതെന്നൊക്കെ. എൻ്റെ മുഖം എത്രത്തോളം വിയേർഡായിരുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ചൊറിയും കുരുവൊന്നും ഈ ഒരു സെക്ഷൻ എത്തിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ പ്രോപ്പർ സ്കിൻ കെയർ തന്നെയാണ്. സോ സ്കിൻ കെയർ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുവാണെങ്കിൽ ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങളുടെ ഫേസിലുണ്ടാവും. ഓക്കെ ആയിട്ടുണ്ട്. അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് 2 സിറം ആണ് ഞാൻ നോർമലി ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ലണ്ടനിൽ വെച്ചിട്ടാണെങ്കിൽ ഒരുപാട് സിറം യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഒരു ദിവസം ഒരു സിറം ആണെങ്കിൽ ഒരു ദിവസം വേറെ സിറം ആയിരിക്കും. നിയാസിനമൈഡ്, ഹൈഡ്രോളിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, ഈ 3 സിറമാണ് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ നാട്ടിൽ കൊണ്ടുവന്നിരിക്കുന്ന ഹൈഡ്രോളിക് ആസിഡും സാലിസിലിക് ആസിഡും, മിനിമൽസിൻ്റെ സാലിസിലിക് ആസിഡും ലോറിയലിൻ്റെ ഹൈഡ്രോളിക് ആസിഡ്. അപ്പം ഇന്ന് ഞാൻ സാലിസിലിക് ആസിഡാണ് ഇടുന്നത്, കാരണം ഇന്നലെയൊക്കെ ഞാൻ ഹൈഡ്രോളിക് ആസിഡായിരുന്നു ഇട്ടിരുന്നത്. പിന്നെ പിമ്പിൾസ് ഉള്ളവർക്കും ഓയിൽ സ്കിന്നുള്ളവർക്കും പിന്നെ പിമ്പിൾസ് ഓയിൽ സ്കിൻ ഉള്ളവർക്കൊക്കെ മിനിമൽസിൻ്റെ അല്ല സാലിസിലിക് ആസിഡാണ്. അതും 2% ആണ് കേട്ടോ. 2%, 0.02% ആണ് നമുക്ക് ഇടാൻ പറ്റുന്നത്. അതും ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ടാബ് ചെയ്ത് കൊടുക്കുക. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടും. പിന്നെ ഈ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് സ്കിന്നിലോട്ട് കുറച്ചും കൂടെ അബ്സോർവ് ആവാൻ സിമ്പിളായിരിക്കും. കാരണം നമ്മളിങ്ങനെ തേച്ച് ഇടുമ്പോൾ ഇതിങ്ങനെ അങ്ങ് പോവുമല്ലേ. ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഇരിക്കുന്നിടത്ത് തന്നെ കുറച്ചുകൂടെ അകത്തോട്ട് പ്രസ് ആവുന്നുണ്ട്. ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്, ഞാൻ വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും എൻ്റെ ക്യൂട്ടി ഫോളോവേഴ്സിന് വേണ്ടിയിട്ട്, എൻ്റെ സ്കിൻ കെയറും എൻ്റെ മേക്കപ്പ് വീഡിയോ ഒക്കെ ചോദിച്ച എൻ്റെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് സെക്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ മൂക്കിൻ്റെ ഇവിടെ പിന്നെ നമ്മുടെ ചെണ്ടിൻ്റെ ഇവിടെയൊക്കെ നമ്മളൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. ഇത് ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ നല്ല വിസിബിൾ ആയിട്ടുള്ള മാറ്റം മനസ്സിലാവും. പെട്ടെന്ന് ബ്രൈറ്റൻ ആവും അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞിരുന്നത്, പക്ഷെ നല്ല ഒരു മാറ്റം മനസ്സിലാവും. പിന്നെ ഇപ്പം നല്ല വെയിലാണ്, നമ്മൾ അമ്പലത്തിലും കൂടെയാണ് പോകുന്നത്. ബാക്കി വരുന്ന സാധനങ്ങൾ നമ്മൾ കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ വലിയ രീതിയിൽ മേക്കപ്പ് ചെയ്യുന്നില്ല എന്നൊരു ഉദ്ദേശത്തോടെയാണ് തുടങ്ങുന്നത്. പക്ഷെ ഓഫ് കോഴ്സ് നമുക്കറിയാം നമ്മൾ മേക്കപ്പ് ചെയ്ത് വരുമ്പോൾ എന്തായാലും നല്ല രീതിയിലാകും. പിന്നെ സാരിയും കൂടെയൊക്കെ ഉടുക്കുന്നുള്ളതുകൊണ്ട് അറിയില്ല ഉണ്ടാകുന്നു. ഓക്കെ
അടുത്ത ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കോസറക്സിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. അത് ഞാൻ അവിടെ വെച്ചിട്ട് വന്നു. ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് മേടിച്ചത് പ്ലമ്മിൻ്റെ സാലിസിലിക് പ്ലസ് ലാക്റ്റിക് ആസിഡിൻ്റെ സ്കിൻ സ്മൂത്തനിങ് ജെൽ മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇതൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ്, പക്ഷേ ഒരു ജെൽ കൺസിസ്റ്റൻസിയാണ് വേണ്ട, ഇങ്ങനത്തെ ഒരു സാധനമാണ്. ഇതൊട്ടും നോൺ സ്റ്റിക്കി അല്ല. പിന്നെ വൈറ്റ് കാസ്റ്റ് ഒരു മോയ്സ്ചറൈസിങ് കാണത്തില്ല എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ ഓയിൽ സ്കിന്നുള്ളവർക്ക്, എൻ്റേത് ഒരു സെൻസിറ്റീവ് സ്കിന്നാണ്, ഓയിൽ കോമ്പിനേഷൻ സ്കിൻ. ചിലപ്പോൾ ഓയിലായിരിക്കും, ചിലപ്പോൾ ഡ്രൈ ആയിരിക്കും, അങ്ങനത്തെ ഒരു സ്കിൻ. പക്ഷേ ഇതൊരു നല്ല മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇതും നമ്മൾ ഇട്ട് കൊടുക്കുക. ആണോ, കുറേ പേര് ചോദിച്ചാൽ ഞാൻ ഈ ഇടയ്ക്കാണ് എൻ്റെ ഒരു 2 വർഷത്തെ മുന്നിലുള്ള ഫേസിൻ്റെ പിമ്പിൾസിൻ്റെയും ഇപ്പോഴത്തെ പിമ്പിൾസിൻ്റെയും തമ്മിലുള്ള ഒരു റിസൾട്ട് ഇട്ടത്. അപ്പം കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, ചേച്ചി സ്കിൻ കെയർ വീഡിയോ ഇടാവോ, എങ്ങനെ പോയെന്ന്, നമ്മൾ ഏത് ഡോക്ടറെയാണ് കൺസൾട്ട് ചെയ്തത്, ട്രീറ്റ്മെൻറ്റ് എന്താണ്, എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ട്രസ്റ്റ് മീ, ഞാൻ ഒരു ഡോക്ടറിനെയും കണ്ടിട്ടില്ല, ഒരിടത്തും പോയിട്ടില്ല, ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടില്ല. എൻ്റെ മാറ്റത്തിൻ്റെ പ്രത്യേകത ഞാൻ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, ഈ ഒരു മോയ്സ്ചറൈസിൻ്റെ ക്രീമിൻ്റെ കണ്ടോ, ഇങ്ങനെ ഒട്ടും എന്തോ ആയി. ഓട്ടെ. അപ്പം നമ്മളുടെ ഇത്രയും സാധനം കഴിഞ്ഞു. ഇനി നമ്മൾ ഒട്ടും തന്നെ മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു സാധനമുണ്ട്. വാട്ട്? സൺസ്ക്രീൻ. കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ബ്യൂട്ടി ഓഫ് ജോൺസന്റെ സൺസ്ക്രീൻ. ഇത് റിലീഫിങ് സൺ റൈസ് പ്ലസ് പ്രോബയോട്ടിക്സ് അങ്ങോട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. ഇത് ഇട്ടിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇത് കിഡിലെ സാധനമാണ്. നോൺ സ്റ്റിക്കി അല്ല, വൈറ്റ് കാസ്റ്റ് ഇല്ല, പിന്നെ പെട്ടെന്ന് അബ്സോർവ് ആവും, ഭയങ്കര സാറ്റിസ്ഫൈഡും ആണ്. സൺസ്ക്രീൻ നമ്മൾ കുറേ ഇടണം എന്നാണ് കാരണന്മാരൊക്കെ പറയാറ്. അപ്പോൾ നമ്മൾ കുറേ ഇട്ട് കൊടുക്കുക. ഇത് ഏകദേശം തീരാറായി. ഇത് തീർന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ പോവാൻ ഇനി കുറച്ച് ദിവസം കൂടി അല്ലേ ഉള്ളൂ. അവിടെ ഉണ്ട് എൻ്റെ വേറെ. നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഞാൻ ലൈവ് റിസൾട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം. പിന്നെ സൺസ്ക്രീൻ നമ്മൾ കണ്ണിൻ്റെ മണ്ടയിലൊക്കെ ഇടാം. പിന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്ന രീതി കറക്റ്റാണോ എന്ന് എനിക്കറിയത്തില്ല, കണ്ണിലൊക്കെ ഇങ്ങനെ തേക്കാവുമെന്ന്. പക്ഷേ സൺസ്ക്രീൻ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. പിന്നെ ഇപ്പോൾ കുറേ ന്യൂസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, സൺസ്ക്രീൻ യൂസ് ചെയ്താൽ ക്യാൻസർ വരും. ഒബ്വിയസ്ലി മേ ബി വരുമായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട്. ഞാൻ യൂസ് ചെയ്യുന്നതിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷെ കണ്ടോ എത്ര പെട്ടെന്നാണ് അബ്സോർവ് ആകുന്നുണ്ടോ. കുറച്ചൊരു സ്കിൻ ബ്രൈറ്റനിങ് ആയതുപോലെയും തോന്നുന്നില്ലേ? ഉണ്ട്, എനിക്കറിയാം. ഓക്കെ, ഇനി ഞാൻ പോയി മുടി ഡ്രൈ ആക്കിയിട്ട് എൻ്റെ കമ്മലും മൂക്കുത്തിയും ഇട്ടതിന് ശേഷം തിരിച്ചു വരും. ബാക്കി മേക്കപ്പ് വീഡിയോ പിന്നെ. ഓക്കെ, സോ ഗായ്സ്, തൊണ്ടേ കടഞ്ഞു തോന്നുന്നു. അപ്പം നമ്മുടെ മുടി ഡ്രൈ ചെയ്തിട്ടുണ്ട്. നഖം ഏകദേശം 1 മാസമായി. അപ്പോൾ ഇളവാറാവുന്നതിൻ്റെ കുറച്ച് പ്രത്യേകതകളാണ് ഈ കാണുന്നത്. നെറ്റി നല്ലോണം കയറിയിട്ടുണ്ട് കേട്ടോ, പക്ഷെ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ മേക്കപ്പിലേക്ക് കടന്നാലോ. അപ്പം അതിൻ്റെ മുന്നിൽ ഞാൻ എൻ്റെ മൂക്കുത്തി ചേഞ്ച് ചെയ്തു. കൊള്ളാമോ? പിന്നെ ഈ കമ്മലിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. വല്യമ്മയും ഞാനും കൂടെ ഒരു കുറച്ച് നേരത്തിലധികമുള്ള ഒരു മൽപ്പിടുത്തം ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. വല്യമ്മ എന്നെ കുറേ ചീത്ത വിളിച്ചു. കാരണം ഈ കമ്മലുകൾ ഇടാൻ ഭയങ്കര പാടായിരുന്നു. എനിക്ക് നെയിലുള്ളതുകൊണ്ട് ഓഫ്കോഴ്സ് എനിക്ക് ഇതിടാൻ പറ്റില്ല. അപ്പോൾ വല്യമ്മ എന്നെ കുറേ പ്രാവിയാണ് ഇട്ടത്. പക്ഷെ പാവം ചെയ്തു തന്നു ഫൈനലി. ഐ ആം സോ ഹാപ്പി, വല്യമ്മ സോ ഹാപ്പി, എവരി വൺ സോ ഹാപ്പി. പക്ഷേ ഫാൻ ഇവിടെ നടിക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിലൊരു ഇത് വരുന്നുണ്ട്. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒന്നും കൂടി നമ്മൾ സൺസ്ക്രീം ഇടും. സൺസ്ക്രീം അല്ല ഇടുന്നത്, സൺസ്റ്റിക്കാണ്. ഇത് റെനോൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ സൺസ്റ്റിക്കാണ്. ഓൾറെഡി നമ്മൾ സൺക്രീം ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ വീണ്ടും സൺക്രീം ഇടേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഒരു സൺസ്റ്റിക്കർ തേച്ച് കൊടുത്താൽ മതി. കാരണം ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായി കാണും ഞാൻ സൺക്രീം ഇട്ടിട്ട്. അപ്പോൾ അതൊന്ന് പോയി കാണത്തില്ല, എന്നാലും നമ്മുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി ഒന്നും കൂടി ഒന്ന് സൺക്രീം ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് തേക്കന്നെ. കണ്ണാടിയും കൂടി ഇവിടെ വച്ചേക്കാം, അതാകുമ്പോൾ എനിക്ക് രണ്ടും കാണാൻ പറ്റുമല്ലോ.
ഇരിക്കുന്നില്ല. ഇപ്പം സെറ്റായി. അപ്പം നിങ്ങൾക്ക് എന്നെയും കാണാം, എനിക്ക് കണ്ണടിയും കാണാം. ഓക്കെ, കുറച്ച് സൂം ചെയ്യാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഐ മേക്കപ്പാണ്. അതിന് കുറച്ച് സാധനങ്ങൾ എനിക്ക് വേണം. ഞാൻ മാളൂൻ്റെ അടിച്ച് മാറ്റിയിട്ട് വരാം. അതിന് മുന്നിൽ നമ്മളൊരു സാധനം ഇടുന്നുണ്ട്. ഇത് ഫേസ് കാനഡേൻ്റെ ഒരു സ്ട്രോബി ക്രീമാണ്. ഇത് സംഭവം ഹൈറോളിക് ആസിഡ് വിത്ത് ഷൈൻ ബട്ടർ. കുറച്ച് സിൽവർ കളറിൻ്റെയാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. കുറച്ചൊന്ന് ലൈക്ക് ഒരു ഗ്ലേസിങ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ്. ഇത് കുറച്ചധികം ഇട്ടാലും കുറച്ചിട്ടാലും അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇടാം. പക്ഷെ ഞാൻ ഇന്ന് വലിയ ഹെവി മേക്കപ്പ് ചെയ്യുന്നില്ല എന്നൊരു ഉദ്ദേശത്തിലാണ് ഞാൻ തുടങ്ങുന്നതെന്ന് നിങ്ങൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ലായിരിക്കുമല്ലേ. ഇത്രയും ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇത് ഇങ്ങനെ ഇടുമ്പോൾ തന്നെ നമ്മുടെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം കുറച്ച് ഷൈനി ആയിട്ട് കുറച്ച് ഒന്ന് തിളങ്ങും മുഖമൊക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു ബ്രഷിൻ്റെ ആവശ്യമില്ല, നമുക്ക് കൈകൊണ്ട് തന്നെ ഇതൊന്ന് തേച്ച് പിടിപ്പിക്കാം. പിന്നെ ഇത്ര ഇട്ടിട്ട് ഒരു കാര്യമില്ല, നല്ല ചൂടാണ്, എല്ലാം വേർത്ത് പോവും. കണ്ടോ ഒരു തിളക്കം കണ്ടോ. ഫേസ് കാനഡേൻ്റെ ഒരു സിൽവർ കളറാണ്, ഗോൾഡും ഉണ്ട് സിൽവറും ഉണ്ട്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് സിൽവർ കളറാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ സ്കിന്നിന് കുറച്ചും കൂടി ബെറ്ററായിട്ട് ഗോൾഡ് ആയിരിക്കും എന്ന്. പക്ഷെ കുഴപ്പമില്ല, കണ്ടോ ഒരു 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 ഭംഗി വന്നില്ലേ, അത്രയേ ഉള്ളൂ. അയ്യോ, അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐ മേക്കപ്പാണ്. ഐ മേക്കപ്പിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ടിർട്ടിറിൻ്റെ ഫൗണ്ടേഷനാണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് അങ്ങനെ വലിയ രീതിയിൽ അണ്ടർ ഐ ബ്ലാക്ക് ഒന്നും ഇല്ല. പക്ഷെ എന്നാലും ഈ ഫൗണ്ടേഷൻ ഇട്ടൊന്ന് കൺസീൽ ചെയ്ത് കൊടുക്കാമെന്നൊക്കെ പറയത്തില്ലേ, ആ സാധനം തന്നെ. ഞാൻ അങ്ങനെ പ്രൊഫഷണൽ മേക്കപ്പ് ഒന്നും അല്ലാന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ മേക്കപ്പ് ചെയ്യുന്നു. അപ്പം ടിർട്ടിൻ്റെ ഫൗണ്ടേഷൻ്റെ റിസൾട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ലെന്നല്ല, നല്ല കവറേജ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ ബ്ലാക്ക് മാർക്സ് ഒക്കെ മറയുന്ന രീതിയിൽ അത്രയും വെർത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്രയും എനിക്ക് പറയാനുള്ളൂ. കണ്ടോ, രണ്ട് താഴെയും മുകളിലും നമ്മൾ നന്നായിട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഇപ്പം എൻ്റെ മുഖം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഇട്ട ഭാഗത്ത് മാത്രം ചെറിയൊരു വൈറ്റ് കാസ്റ്റ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതിനുശേഷം നമ്മൾ സെഫോറേൻ്റെ ഈ ഒരു ലൂസ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഫൗണ്ടേഷൻ ഇട്ട ഭാഗം നമുക്ക് കുറച്ചൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൂസ് പൗഡർ യൂസ് ചെയ്ത് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂസ് പൗഡർ നല്ല. അപ്പം ഈ ഒരു സെഫോറേൻ്റെ പൗഡർ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഐ മേക്കപ്പിലേക്ക് കിടക്കാം. നമ്മൾ എത്ര സിമ്പിളാണെങ്കിലും ഐ മേക്കപ്പ് കുറച്ച് ഹാർഡായാൽ കാണാൻ ഭയങ്കര ക്യൂട്ടായിരിക്കും എന്ന് കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇത് പണ്ടും കണ്ടോ ഞാൻ മേടിച്ച ഒരു ഐ ഷാഡോ പാലറ്റാണ്. വലിയ കളറൊന്നും ഇല്ല, ഇത് ഗ്ലേസിങ് വരുന്ന ഒരു കളറാണ് എനിക്ക് എപ്പോഴും പേഴ്സണൽ ഫേവറേറ്റ് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗോൾഡ് വിത്ത് ബ്രൗൺ ഷെയ്ഡാണ്. ഉണ്ടോ, ഒരു ചെറിയ ഒരു തിളക്കം മതി. അങ്ങനെ വലിയ ഹെവി മേക്കപ്പ് ഒന്നും ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇന്ന് വെരി ലൈറ്റ് മേക്കപ്പാണ് ഇടുന്നത്. കണ്ടോ, കണ്ടോ എന്ന് വെച്ചാൽ കാണുമ്പോൾ നമുക്ക് ഇച്ചിരി നമ്മുടെ ഫേസൊക്കെ ഒന്ന് ഗ്ലോ ആവുന്നത് പോലെ തോന്നണം എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കുറച്ച് ബെറ്ററായിട്ട് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. കാരണം ഞാൻ എപ്പോഴും ഐ ഷാഡോ ഒരു ഡാർക്ക് ഷെയ്ഡ് യൂസ് ചെയ്യുന്ന ഒരു 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 കൂട്ടത്തിലല്ല. അപ്പം ഇങ്ങനെ ഒരു ഗോൾഡൻ ഷെയ്ഡാകുമ്പോൾ നമ്മൾ കണ്ണൊക്കെ അടയ്ക്കുന്ന സമയത്ത് ഇത്തിരി നല്ല തിളങ്ങുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അങ്ങനെ ഫീൽ ചെയ്തിട്ടും കാര്യം നമ്മൾ അമ്പലത്തിലല്ലേ പോകുന്നത്, ഓവർ മേക്കപ്പിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം നമ്മളതൊന്ന് സ്മജ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും ആകുന്ന രീതിയിൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ആയുധം ലാക്മീൻ്റെ ഐക്കോണിക് കാജൽ. ഇതെൻ്റെ തല മാളുവിൻ്റെയാണ്, ഞാൻ അടിച്ച് മാറ്റിയതാണ്. ഞാൻ അങ്ങനെ കണ്ണിൻ്റെ താഴെ മുകളിലും കരി എഴുതുന്ന ഒരു പേഴ്സണല്ല. പണ്ടും നല്ലോണം എഴുതുമായിരുന്നു, ഇപ്പം ഞാൻ അങ്ങനെ കരി എഴുതുന്ന പേഴ്സണല്ല. കാരണം അങ്ങനെ ഒരു കരി എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ 3-4 ദിവസം വരെ
ആ ഒരു കണ്ണിൻ്റെ അടി ഭയങ്കര കറുപ്പായിരിക്കും, അത് കരി പോകാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇന്ന് എന്തായാലും നമുക്ക് എഴുതണം ഒരു ലൈറ്റായിട്ട്, അല്ലെങ്കിൽ ഒരു സ്മോക്കി ഐസൊക്കെ ഫീൽ ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് എഴുതി കൊടുക്കാം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളിങ്ങനെ കണ്ണെഴുതുന്ന സമയത്ത് ഇത് ലൈക്ക് പടരത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. കണ്ട താഴെ എഴുതി. യെസ്, ഇത് നമുക്ക് കണ്ണിൻ്റെ മുകളിലും കൂടെ എഴുതി കൊടുക്കാം. ഇങ്ങനെ കണ്ണിൻ്റെ മുകളിൽ എഴുതുമ്പോൾ കുറച്ച് വലിയൊരു ഐസായിട്ട് തോന്നും. ആഹാ, അപ്പുറത്ത് കൊണ്ട് എഴുതണേ. പോകുമ്പോൾ എനിക്കും മേടിച്ചിട്ട് പോകണം ഇത്, കാരണം ഇത് മാളുവിൻ്റെതാണ്. മാളു എനിക്കങ്ങനെ തരാറില്ല സംഭവങ്ങൾ. ആണോ, കഴിഞ്ഞു. ഇനി ഞാൻ ഒന്നുകൂടെ വൃത്തിക്ക് എഴുതട്ടെ. കഴിഞ്ഞു ഗൈസ്. അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് YSLൻ്റെ മസ്കാരയാണ്. ഇതൊരു ഭയങ്കര കിടില മസ്കാരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എപ്പോഴും മസ്കാര എല്ലാം കഴിഞ്ഞിട്ടാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ എനിക്ക് അങ്ങനെയല്ല. കാരണം എനിക്ക് കണ്ണിൻ്റെ താഴത്ത് ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ വേണം ഇടാൻ. അപ്പോൾ നമ്മൾ മേക്കപ്പ് കിട്ടതിന് ശേഷമാണെങ്കിൽ അതങ്ങനെ പടരും. അപ്പോൾ ഇപ്പോഴാകുമ്പോൾ അത് കുഴപ്പമില്ല. ഈ ഒരു മൂക്കുത്തി കുറച്ച് ഓവറാണ്, മറ്റേതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് മസ്കാര ഇടാം. ഭയങ്കരമായിട്ട് ഓളിയം തരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഞാൻ ഒരെണ്ണം എഴുതിയിട്ട് ഞാൻ രണ്ടിൻ്റെയും ഡിഫറൻറ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യും. ഉണ്ടോ, ഭയങ്കര ഓളിയം തരുന്ന പോലെ ഫീൽ ചെയ്യേ. താഴെ മുകളിലും ഒരുപോലെ എഴുതണം. ഞാൻ എപ്പോഴും കണ്ണിൽ കരി എഴുതിയില്ലെങ്കിലും മസ്കാര യൂസ് ചെയ്യുന്ന ഒരാളാണ്. കാരണം എൻ്റെ കണ്ണ് എപ്പോഴും പീലി ഇങ്ങനെ വിടർന്ന് നിൽക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കണ്ടോ, ഇപ്പോൾ ഇവിടെയൊക്കെ ആയില്ലേ. നമ്മൾ മേക്കപ്പ് ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനൊന്ന് വരച്ചിട്ട് കാണിച്ചു തരാം ഈ രണ്ട് കണ്ണിൻ്റെയും ഡിഫറൻറ്റ് എന്താണെന്ന്. കണ്ടോ, ഈ രണ്ട് കണ്ണിൻ്റെയും വ്യത്യാസം നിങ്ങൾ കണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാം. കണ്ടോ, ഈ ഐലാഷിൻ്റെ ഈ ഐലാഷിൻ്റെ നല്ല രസമല്ലേ. ഞാൻ ഇപ്പുറത്തൂടെ എഴുതിയിട്ട് കാണിച്ചു തരാവേ. ടാങ്, കണ്ടല്ലേ, കണ്ടു ഭയങ്കര സെറ്റായില്ലേ. കണ്ട, എപ്പോഴും നമ്മൾ ഐലാഷ് ഇടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബി കോൺഫിഡൻറ്റ്, അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്കത് ഫീൽ ചെയ്യും. നമ്മൾ ഇനി നമ്മുടെ മുഖത്ത് നമുക്ക് കുറച്ച് വിയേർഡായിട്ട് തോന്നും, കാരണം കണ്ണ് മാത്രം കുറച്ച് ബാക്കിയുള്ള എന്ത് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പോലെ തോന്നും. അപ്പോൾ നമുക്ക് ബാക്കി മേക്കപ്പിലോട്ട് കടക്കാം. അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് ഫെൻറ്റി ബ്യൂട്ടീൻ്റെ പ്രോ ഫില്ലർ എന്ന് പറഞ്ഞിട്ട് 335 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. മൈ മോസ്റ്റ് ഫേവറേറ്റ് ഫൗണ്ടേഷൻ ഫോർ എവർ. ഇത് തീർന്നാൽ ഞാൻ അടുത്തത് ഇത് തന്നെ മേടിക്കും. സെയിം ഷെയ്ഡ്, എൻ്റെ സ്കിന്നിന് മാച്ചായിട്ടുള്ളൊരു ഷെയ്ഡാണ് ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ. നമുക്കത് വളരെ കുറച്ച് മതി, കാരണം നമ്മളിന്ന് വെരി ലൈറ്റ് മേക്കപ്പാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഞാൻ ഇത്രയും മേക്കപ്പും സത്യം പറഞ്ഞാൽ ഉദ്ദേശിച്ചില്ല. സ്കിൻ കെയർ മാത്രം ചെയ്തതിന് ശേഷം ഒരു ബ്ലഷ് ഇട്ടിട്ട് പോവാം അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൂടി വേണ്ടി ഞാൻ കാണിച്ചു തരാമെന്ന് കരുതി എന്താണ് എങ്ങനെയാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ ഹാർഡ് മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ചും കൂടി ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം ബ്രഷ് യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇന്ന് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് കൈ യൂസ് ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. കണ്ടോ, ഈ ഒരു ഭാഗത്ത് ഒരു ചേഞ്ച് നിങ്ങൾ കണ്ടോ? എനിക്ക് കടിക്കുന്നുണ്ട് ഈ മൂക്കുത്തി. സാധാരണ ഇങ്ങനത്തെ മൂക്കുത്തി ഒന്ന് സെറ്റ് ആകാത്തതാണ് ഗൈസ്. കണ്ട, ഒരു ഫിനിഷ് ഒന്നുമില്ല, കത്തിപ്പിടിച്ച് ഇത്രയേ ഉള്ളൂ. കുറച്ചും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഒന്നും കൂടി ഒന്ന് ഇതാക്കാം, കാരണം വളരെ കുറഞ്ഞു പോയ പോലെ ഫീൽ ചെയ്യുന്നു. ഐ ഫീൽ വെരി ലൈറ്റ്. എനിക്ക് അത്രയും മാച്ചായിട്ടുള്ളൊരു ഷെയ്ഡാണ് ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇത് ഞാൻ ദുബായ് സഫാരി പോയപ്പോഴത്തേക്ക് അവരെൻ്റെ സ്കിന്നിൽ ഇട്ട് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ്. മൂക്കുത്തീരെ രണ്ട് ഭാഗത്തൊക്കെ നമ്മളാക്കണം, അല്ലെങ്കിൽ അവിടെ മാത്രം വേറൊരു കളറായിട്ടിരിക്കും. താഴോട്ട് ഓക്കെ, ഓൾ സെറ്റ്. ഇത്രയൊക്കെ നിറച്ചാൽ മതി, കാരണം വലിയ ആഡംബരം വേണ്ട. കണ്ടോ, ഇപ്പം എൻ്റെ മുഖത്ത് വ്യത്യാസം കണ്ടോ? ഓക്കെ, അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐബ്രോ ഫില്ല് ചെയ്യാന്നുള്ളൊരു കടമയാണ്. ഐബ്രോ ഫില്ല് ചെയ്യാൻ
വെരി ലോക്കൽ ഒരു പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഒരു പൗഡറാണ്. ഇപ്പോഴും എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പേരറിയത്തില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐബ്രോ ഫില്ല് ചെയ്യാൻ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്കപ്പോൾ അത് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ഐബ്രോ ഫില്ല് ചെയ്യുന്നത്. താഴെ ഒരു മിറർ വെച്ചിട്ടുണ്ട്, അത് നോക്കിയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മളെപ്പോഴും സെൻറ്റർ പാർട്ടീഷൻ എന്ന് വേണം തുടങ്ങാൻ. എനിക്കങ്ങനെ വലിയ ഐബ്രോ ഒന്നും ഇല്ല. അപ്പം കണ്ടോ, ഇങ്ങനെ ചെയ്തിട്ട് നമ്മളിനി ഫ്രണ്ടിലത്തെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ മുകളിലോട്ടാക്കി കൊടുക്കും. കണ്ടോ, എന്നിട്ട് ഞാൻ ഇപ്പുറത്തെ ഐബ്രോ തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു തരാം എഴുതിയിട്ട്. ഈ ഒരു ഐബ്രോയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണുന്നുണ്ട്. കേട്ടോ, ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഇത് കുറച്ചും കൂടി ബ്രൈറ്റ് ആയില്ലേ. ഇനി ഇപ്പുറത്തും കൂടി എഴുതിയിട്ട് വന്ന് കാണിച്ചു തരാവേ. കണ്ടാ, സെറ്റായില്ലേ? ഇവിടെ എന്തോ ഒരു പ്രശ്നം. ഇവിടെ ഒന്ന് സെറ്റാക്കി കൊടുത്താൽ സെറ്റായി. കണ്ടോ, പെർഫെക്റ്റ്. ഓക്കെ, വെരി ലൈറ്റ് മേക്കപ്പായിട്ട് ഐ ക്യാൻ ഫീൽ ദാറ്റ്. അടുത്ത നമുക്ക് ചെയ്യാൻ പോകുന്നത് ബ്ലഷ്. എവർ ടൈം ഫേവറേറ്റ് ബ്ലഷ്. ഇത് നമ്മുടെ പിക്സീൻ്റെ ബ്ലഷാണ്. ഇച്ചിരി എക്സ്പെൻസ് ആയിരുന്നു, പക്ഷേ ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ ഓൾ ടൈം എൻ്റെ ഫേവറേറ്റ് ആണ്. ഭയങ്കര രസമാണ് ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ. എല്ലാവരും ബ്ലഷ് ഇങ്ങനെ ഇട്ടിട്ട് പടർത്തുമല്ലേ ചെയ്യുന്നത്, പക്ഷേ എനിക്ക് അതിനേക്കാളും കുറച്ചും കൂടെ കോൺഫിഡൻറ്റ് ഇങ്ങനെ ബ്രഷിൽ മുക്കിയിട്ട് കൂടി കുഴപ്പമില്ല. എന്നാലും കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ഇടുന്നത്. കൂടിപ്പോയി. ബ്ലഷ് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, കാരണം നമ്മുടെ മേക്കപ്പ് കുറവല്ലേ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതാണ് ആ ചേച്ചിയുടെ കുറവ് മേക്കപ്പ്. യെസ്, ഓഫ് കോഴ്സ്. ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇവിടെ നെറ്റിൻ്റെ ഈ ഭാഗത്ത് ഒക്കെ നമ്മളങ്ങ് തേച്ചങ്ങോട്ട് പീട്ടിപ്പിക്കുക. എനിക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല, ഞാൻ ഇതിൽ നോക്കി. അയ്യോ എങ്ങനെയാണ് ഇരിക്കുന്നത്? പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഫീൽ ഗുഡ്. Okay. Fine. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക്ക്. ഈ ലിപ്സ്റ്റിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം നൈക്കയിൽ നിന്ന് മേടിച്ചതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നൈക്ക എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. കിട്ടിലം ലിപ്സ്റ്റിക് എന്ന് വെച്ചാൽ കിട്ടിലം ലിപ്സ്റ്റിക്കാണ് ഗൈസ്. കാരണം എൻ്റെ ഒരു സ്കിൻ ടോണിന് നോർമൽ വിത്തൗട്ട് മേക്കപ്പിൽ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇടുവാണെങ്കിൽ സ്കിന്ന് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, കണ്ടോ, ഓവറായിട്ടൊരു ലുക്ക് തോന്നാണ്ട് ഒരു നോർമൽ ലുക്ക്. ഇനി നമുക്ക് ലൈനറും കൂടെ വരച്ചു കൊടുക്കാം. ഇത് നാച്ചുറൽ കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ബ്രാൻഡ് മാളുവിൻ്റെയാണ്. ലൈനും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ലൈനറും ലിപ്സ്റ്റിക്കും നല്ല മാച്ച് ആവുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ലൈനർ. വേറെ ലൈനർ ഉണ്ടോ ഇവിടെ? കുറച്ചും കൂടി ഡാർക്ക് ലൈനറാണ് എപ്പോഴും ബെറ്റർ. ഓക്കെ, ലൈനർ കിട്ടി. കണ്ടോ, കൊള്ളാല്ലേ? ഇഷ്ടപ്പെടില്ലേ? നല്ല രസമല്ലേ? അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ്. ഇനി ഒരു സാധനം കൂടി ഉണ്ട്. ഇതിലൊക്കെ മറ്റേ സാധനമായിട്ടായിരിക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇന്നലെ എൻ്റെ സാലിസിലിക് ആസിഡ് തറയിൽ വീണു. അപ്പം അതിൻ്റെ ഇത് നമ്മുടെ മിൽക്കിൻ്റെ
ഹൈഡ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രിപ്സ് സ്പ്രേ, റിഫ്രഷിങ് സ്പ്രേ. അതായത് നമ്മുടെ സെറ്റിംഗ് സ്പ്രേ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ മുഖം ഒന്ന് ഡള്ളാണെന്ന് തോന്നി നമുക്കിത് യൂസ് ചെയ്താൽ ഭയങ്കര ഗ്ലോ ആയിരിക്കും. ഞാനിപ്പം കാണിച്ചു തരാം. ഫാൻ്റെ കാറ്റൊക്കെ ഇങ്ങോട്ടാണ് വരുന്നത്. ഫീൽ ഗുഡ്. സോ ഇത് നമുക്ക് ക്യാരി ചെയ്യാം. ബിക്കോസ് എപ്പോഴാണ് എന്താണ് ആവശ്യം വരുന്നത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ ഹെയർ ഞാൻ ജസ്റ്റ് ഒന്ന് പിരുത്തിടായിരിക്കും ചെയ്യുന്നത്. ഇനി സാരി ഉടുത്തിട്ട് വന്ന് ഫുൾ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. മേക്കപ്പൊക്കെ കുറച്ച് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു ബാംഗിൾസ് ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ഞാനൊരു മജന്ത കളർ ബാംഗിൾസ് പെയർ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്കിതാണ് കിട്ടിയത്. അറിഞ്ഞൂടാ, പഠിപ്പിച്ചാ നീ. അങ്ങനെ മുടി ഞാൻ ജസ്റ്റ് ഒന്ന് കേൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡൈസിൻ്റെ കേളർ അങ്ങനെ വർക്ക് ആവുന്നില്ല. ഒന്ന് ഡ്രൈ ചെയ്തിട്ട് ഞാൻ കേൾ ചെയ്തിട്ടുണ്ട്. മേക്കപ്പ് ഇതാണ്. കുറച്ച് സ്വെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ക്യൂട്ട് പൊട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഓവറോൾ ലുക്ക്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെ നീരജ് ആമോസ് യൂട്യൂബ് ചാനലോടൊപ്പം നീരജ് ആമോസ് ഇൻസ്റ്റയിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ ഫ്രം നീരജ് ആമോസ്.